എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാലചന്ദ്രൻ ആകെ വിഷമാവുന്നുണ്ട്. അലീന അവിടെ ചെന്നപ്പം ആ വീട്ടുകാരെല്ലാം ആ രീതിയിലാണ് പെരുമാറിയത്, ശരണ്യെ കാണാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ അറിയാം മൊഴി മാറ്റി പറയാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അത് അലീന മുഖാന്തരം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അലീനയെ തടഞ്ഞത് എന്ന്. അതുകൊണ്ട് ആകെ വിഷമത്തിൽ പറയുവാണ് ബാലചന്ദ്രൻ, അവർക്കിനി എന്താ വേണ്ടത്? എൻ്റെ മകൻ്റെ ചോര കൂടി വേണോ? ഒരു നിരപരാധിയെ കൂടി അവർക്ക് ശിക്ഷിക്കണം. എന്തിനാ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ വിഷമിക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛ അവർക്ക് ഒരു രസം, അച്ഛൻ നല്ലൊരു ബിസിനസ്സുകാരനാണ് പാലയിലെ, അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വീഴ്ച കാണണം, അതിനുവേണ്ടി അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ല എന്നൊക്കെ പറയുമ്പോഴും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആയിക്കോട്ടെ എന്നെ ഉപദ്രവിച്ചോട്ടെ, പക്ഷേ ഒരു തെറ്റും ചെയ്യാത്ത അവൻ്റെ ജീവിതം എന്തിനാ അവരിങ്ങനെ തൊലച്ച് കളയുന്നത്? ആ വീട്ടുകാരുടെ സ്വഭാവം എന്താണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ? ഇങ്ങനെയൊരു സ്ഥലത്താണോ മോളെ നീ കൊണ്ടേ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വിത്ത് കൊണ്ടിട്ടത്? എന്നിട്ട് എന്താ ഫലം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളെ കൊണ്ട് മൊഴി മാറ്റിപ്പിച്ചാലോ എന്ന് അവർക്ക് പേടി, അതുകൊണ്ടല്ലേ അവർ നിന്നെ അവളെ കാണാൻ അനുവദിക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അലീന പറയുന്നുണ്ട്, അത് തന്നെയായിരിക്കും അവരുടെ ഉദ്ദേശം, അതാണ് അവർ ശരണ്യെ കാണാൻ അനുവദിക്കാത്തത്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛനിങ്ങനെ ടെൻഷൻ അടിക്കില്ലേ എന്നിങ്ങനെ പറയുവാണ്. കാരണം ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ബാലേന്ദ്രൻ ഇനിയും ഹാർട്ട് അറ്റാക്കോ അങ്ങനെ എന്തെങ്കിലും വന്നാലോ എന്നോർത്താണ് അലീന ആശ്വസിപ്പിക്കുന്നുണ്ട്. നേരം ബാലേന്ദ്രൻ, ഇനിയിപ്പോൾ എന്ത് ആശ്വസിക്കാനാണ് മോളെ, ഞാൻ ഇനി എന്തിനാ ഇങ്ങനെ നിൽക്കുന്നത്? എനിക്ക് ആലോചിക്കുമ്പോൾ ആകെ വിഷമാവുകയാണ് എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ ആകെ സങ്കടപ്പെട്ട് തളർന്നു പോയൊരവസ്ഥയിലേക്ക് എത്തുവാണേ. അന്നേരം അലീന പറയുന്നുണ്ട്, ഞാൻ അവിടെ പോയതുകൊണ്ടല്ലേ അച്ഛാ നമുക്കിതൊക്കെ അറിയാൻ സാധിച്ചത്. രോഹിത്ത് തെറ്റുകാരനല്ല എന്ന് അറിയാനെങ്കിലും നമുക്ക് സാധിച്ചില്ലേ, അല്ലെങ്കിൽ നമ്മൾ അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കില്ലേ, എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാകുമോ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുവാണ്, അറിയണ്ടായിരുന്നു, അതാ നല്ലത്. ഇതിപ്പം അറിഞ്ഞു കഴിഞ്ഞപ്പം എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ പറ്റിയില്ലേ, പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിലാണ് ബാലേന്ദ്രൻ. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, നമ്മൾ ഒരിടത്ത് ഒരു സ്നേഹത്തിൻ്റെ വിത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കിട്ടുന്നത് ചിലപ്പോൾ നമുക്ക് മറ്റൊരിടത്തുനിന്നായിരിക്കും. അച്ഛൻ വിഷമിക്കാതെ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. അത് കഴിഞ്ഞ് ആകെ വിഷമിച്ച് ബാലേന്ദ്രൻ റൂമിലേക്ക് കയറി പോവാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന് കൃഷ്ണമോൾക്ക് ആകെ വിഷമാകുന്നുണ്ട് കേട്ടോ. അവിടെ ബബിത ഇരിപ്പുണ്ടായിരുന്നു. അവൾ ഫോൺ തോണ്ടലൊക്കെ നിർത്തിയിട്ട് ഇവർ പറയുന്നതൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട്. പക്ഷേ വലിയ ഭാവൻ്റെ അസുഖമൊന്നും ആ മുഖത്തില്ല. എന്താണെങ്കിലും ഈ സംഭവത്തിന് ശേഷം അലീനെ രേവതിക്കുട്ടിയെ വിളിക്കുന്നുണ്ട്. അവളോട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ശരണ്യയുടെ അടുത്ത് പോയ കാര്യവും ഇന്ന് ചെന്നപ്പം ശരണ്യയുടെ വീട്ടുകാരെ കാണാൻ അനുവദിച്ചിരുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പറയും. രേവതിക്കുട്ടി ചോദിക്കും, അതെന്താ അങ്ങനെ ഒരു മാറ്റം അവർക്ക്, അതിനൊരു കാരണം കാണില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് രേവതിക്കുട്ടിയോട് അലീന ഈ സത്യം പറയുന്നത്. ശരണ്യ രോഹിത്ത് തെറ്റുകാരനല്ല, രോഹിത്ത് അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു എന്ന്. അന്നേരം അയ്യോ ചേച്ചി, എങ്കിൽ ഭയങ്കര കഷ്ടമായി പോയല്ലോ, ഇതിപ്പം രോഹിത്തും തെറ്റ് ചെയ്തവരുടെ കൂടെ ശിക്ഷ അനുഭവിക്കുമല്ലേ, അവനെ ശിക്ഷിക്കുമോ കോടതി എന്ന് ചോദിക്കുമ്പം മിക്കവാറും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല മോളെ എന്നൊക്കെ പറയും. എന്നിട്ട് കുറേ സംസാരിച്ചിട്ട് അവർ ഫോം വയ്ക്കുവാണ്. പിന്നീട് DYSP ആണ് കാണിക്കുന്നത്. DYSP കാണാനായിട്ട് ആ സമുദായ നേതാവും പിന്നെ ഒരു വനിതാ നേതാവും ഉണ്ടായിരുന്നല്ലോ, അവരും ശരണ്യയുടെ അച്ഛനോട് വന്നിട്ടുണ്ട്. ഈ സമയം DYSPക്ക് ഒരു ഫോൺ കോൾ വരുവാണ്. ഇതിനും മുകളിലുള്ള ഏതോ ഒരു നേതാവാണ് DYSP വിളിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഉപദേശിക്കുന്നുണ്ട്. അന്നേരം DYSP ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വരണ്ട, ഒരു പോലീസ് ഓഫീസറായ ഞാൻ ഏതൊക്കെ രീതിയിൽ പെരുമാറണം, എന്തൊക്കെ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടാണ് ഈ കസേര കൊണ്ട് പിടിച്ചിരുന്നത്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കുറേ സംസാരിച്ചിട്ട് ഫോം വയ്ക്കും. ഫോം വെച്ച് കഴിഞ്ഞ് അവരോട് ചോദിക്കുന്നുണ്ട്, നേതാവിനോട് എന്നെ വിളിക്കാൻ പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സാറേ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. എന്നിട്ട് ശരണ്യയുടെ അച്ഛനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ നിങ്ങളുടെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുന്നു. അന്നേരം ആ നേതാക്കന്മാരാണ് സംസാരിക്കുന്നത്. കേസ് അട്ടിമറിക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ വലിയ ബിസിനസ്സുകാരനാണ്, അതുകൊണ്ട് പണം എറിഞ്ഞും മകനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം ആ കൂടെ ഇരിക്കുന്ന വനിതാ നേതാവ് പറയുവാണ്, അതുമാത്രമല്ല ചില സുന്ദരികളെയൊക്കെ ഇറക്കി കേസ് അട്ടിമറിക്കാൻ ബാലേന്ദ്രൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. അന്നേരം ഓഹോ അങ്ങനെയാണോ, എത്ര സുന്ദരികളുണ്ട്, ഒരാളുടെ പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുമ്പം അവർ പറയുവാണ്, ഒരാളുടെ പേര് അലീന എന്നാണ് എന്ന്. അന്നേരം എന്നിട്ട് അവർ വന്നിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പം, കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് സാറേ, അത് അറിയിക്കാനല്ലേ ഞങ്ങൾ വന്നത് എന്ന് അവർ ചോദിക്കും. അവർക്കതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ രീതിയിൽ സംസാരിക്കുന്നത്. അന്നേരം DYSP ശരണ്യയുടെ അച്ഛനോട് ചോദിക്കും, എന്താ സംഭവിച്ചതെന്ന്.
ഇങ്ങനെ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അലീനെ ശ്രമിച്ചോ എന്ന് ചോദിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് അവരെ വരാറുണ്ട് എന്ന് പറയും. വന്നിട്ട് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പം മകളോട് സംസാരിക്കാറുണ്ട്. ഒരു ദിവസം അവളെ കൊണ്ട് പുറത്തേക്കൊക്കെ പോയി, കനാലിൻ്റെ ഭാഗത്തേക്കൊക്കെ പോയി, അമ്പലത്തിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുമ്പം DYSP ചോദിക്കും അതൊക്കെ നല്ല കാര്യമല്ലേ എന്ന്. അന്നേരം ആ വനിതാ നേതാവ് പറയുവാണ് അതത്ര നല്ല കാര്യമല്ല സാറേ, അതിൻ്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ ഉദ്ദേശമുണ്ട്, അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടിയാണ് ആ പെണ്ണ് വരുന്നത് എന്നിങ്ങനെ പറയുമ്പം DYSP ചോദിച്ചു അങ്ങനെ ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്യേണ്ടത്? അവൾ വരുമ്പം അവളെ ശരണ്യെ കാണാൻ അനുവദിക്കരുത്, ശരണ്യെ അവളുടെ കൂടെ പുറത്തേക്ക് വിടരുത്, ഇതൊക്കെയല്ലായിരുന്നു ചെയ്യേണ്ടത്. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്തത്? അവൾ ആദ്യമായിട്ട് ആ കോളനിയിലേക്ക് വന്നപ്പം നിങ്ങളുടെ മക്കൾ സഹിതം അവളെ പിടിച്ചു നിർത്തി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാനല്ലേ ശ്രമിച്ചത്? ഈ സംഭവത്തിനും ശേഷമല്ലേ അവൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ വന്നതും ശരണ്യെ കണ്ടതും? അന്നേരം നിങ്ങൾക്ക് തടയാൻ മേലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം ആ നേതാവ് ഇത്തിരി ഇഷ്ടക്കേടോടെ ചോദിക്കുവാണ് സാർ എന്താ പ്രതികളുടെ കൂടെയാണോ നിൽക്കുന്നത് എന്ന്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട് ഞാൻ ഒരു പ്രതികളുടെ കൂടെയല്ല നിൽക്കുന്നത്, ഇവിടെ നടക്കുന്ന ഓരോ ഡെവലപ്മെൻറ്റ്സും കറക്റ്റ് സമയത്ത് ഞങ്ങൾ അറിയാറുണ്ട്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? നിങ്ങളുടെ മകളുടെ വായിൽ നിന്ന് ഒരു സത്യം അറിയാതെ ചോർന്നുപോയി, അതിൻ്റെ വെപ്രാളവും പരവേശമല്ലേ താൻ ഈ കിടന്ന് കാണിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുവാണ്. അന്നേരം നേതാവ് പറയുവാണ് സാറേ അതൊന്നും അല്ല കാര്യം, ഇതിപ്പം കേസ് അട്ടിമറിക്കാൻ വേണ്ടി ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, അത് അറിയിക്കാൻ വന്നതല്ലേ എന്ന് ചോദിക്കുമ്പം DYSP പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യണം? നിരപരാധിയായ ഒരുത്തിനെ കൂടി തൂക്കിലേറ്റണം, അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തു, അതിന് എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയും. അന്നേരം അവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നുണ്ട് ഏതായാലും മൊഴി മാറ്റാനൊന്നും ആരും ശ്രമിക്കേണ്ട, അതൊന്നും നടക്കത്തുമില്ല, അതുകൊണ്ട് കേസ് അട്ടിമറിക്കുന്ന കാര്യം അറിയിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണേ. അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല DYSPയുടെ സംസാരവും രീതികളും ഒന്നും. പിന്നീട് വൈജയന്തിയെ കാണിക്കുന്നുണ്ട്. വൈജയന്തി പറഞ്ഞായിരുന്നല്ലോ ഒരു വീട് വാടകയ്ക്ക് വേണമെന്ന്. അപ്പം അതൊക്കെ സെറ്റാക്കിയിട്ടാണ് ബ്രോക്കർ വീടിൻ്റെ ഉടമസ്ഥനെയും കൊണ്ട് വന്നേക്കുന്നത്. കാരണം അങ്ങേരുടെ ഫോണിൽ അതിൻ്റെ അകത്ത് ഫോട്ടോ, വീടിൻ്റെ ഫോട്ടോയൊക്കെ കിടപ്പുണ്ട്, അത് വൈജയന്തിയെ കാണിക്കാൻ വേണ്ടി. വന്നു കഴിയുമ്പം ആ ഓണർ ചോദിക്കുന്നുണ്ട് മേഡത്തിന് എന്നെ അറിയാവോ എന്ന്. അന്നേരം ഇല്ല എനിക്ക് പരിചയമില്ല എന്ന് പറയുമ്പം എന്നാൽ എനിക്ക് നല്ല പരിചയമുണ്ട്, മേഡത്തിൻ്റെ ബാങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ വെക്കാൻ വേണ്ടി ഞാൻ വന്നായിരുന്നു, അന്നെന്തോ നിസ്സാര കാര്യം പറഞ്ഞ് ആ ലോൺ അവിടുന്ന് തള്ളിക്കളഞ്ഞു, വഴിയില്ല എന്നാണ് പറഞ്ഞത്, ഞാൻ ആ വീട് പണിയാൻ വേണ്ടി ടിപ്പർ കയറ്റി ഇറക്കിക്കൊണ്ടിരുന്ന വഴിയാണ്, ആ വഴിക്ക് വീതിയില്ല എന്ന് മാഡം പറഞ്ഞത്, പക്ഷേ ഞാൻ അവിടുന്ന് വേറെ ബാങ്കിൽ പോയി പുഷ്പം പോലെ ലോൺ എടുക്കുകയും ചെയ്തു, വീട് പണി പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് പറയും. അന്നേരം ഓ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലാത്തതാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ വഴിയില്ലെന്ന് പറഞ്ഞ് തന്നെയാണ് തള്ളിക്കളഞ്ഞത് എന്ന് പറയുവേ. എന്നിട്ട് പിന്നെ വീടൊക്കെ കാണിക്കുന്നു. അപ്പോൾ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വൈജയന്തിക്ക്, ഫർണിച്ചറും എല്ലാം ഉണ്ട്. അന്നേരം എത്രയാണ് വാടക ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വാടക 20,000 രൂപയാണ്, സെക്യൂരിറ്റി ആയിട്ട് 1,00,000 രൂപ കൊടുക്കണമെന്ന് പറയും. അന്നേരം വൈജയന്തി ചോദിക്കും 3 മാസത്തെ വാടകയല്ലേ സെക്യൂരിറ്റി ആയിട്ട് സാധാരണ മേടിക്കുന്നത്, ഇതെന്താ 1,00,000 രൂപ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ വീട് വേണമെങ്കിൽ 1,00,000 രൂപ സെക്യൂരിറ്റി വേണം, പറ്റില്ലെങ്കിൽ പറഞ്ഞുതരാം വേറെ ആൾക്കാരുണ്ട് എന്ന് പറയുക. അന്നേരം ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയും വൈജയന്തി. അന്നേരം വേണമെങ്കിൽ മതി കേട്ടോ, എന്താണെങ്കിലും ഇന്ന് തന്നെ പറയണം, വേറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എന്ന് പറയും. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പം വൈജയന്തി ബ്രോക്കറോട് പറയും ഒന്ന് നിൽക്കണം കേട്ടോ എന്ന്. അപ്പം ഓണർ പുറത്തേക്ക് പോയി. അന്നേരം ബ്രോക്കറോട് വൈജയന്തി ചോദിക്കും എനിക്ക് വീട് ഇഷ്ടപ്പെട്ടു, വാടകയും കുഴപ്പമൊന്നുമില്ല, പക്ഷേ സെക്യൂരിറ്റി ഇത്തിരി കൂടുതലല്ലേ, അത് നിനക്ക് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം ബ്രോക്കർ പറയുന്നുണ്ട് കുറയ്ക്കാൻ പറ്റിയേനെ അന്ന് ആ ലോൺ കൊടുക്കുവാണെങ്കിൽ, പക്ഷേ അന്ന് നമ്മൾ കടുംപിടുത്തം പിടിച്ചില്ലേ, അപ്പം വേറെ പലരും വേറെ പല സമയത്തും നമ്മളുടെ അടുത്തും കടുംപിടുത്തം പിടിക്കും, അതുകൊണ്ട് അത് വലിയ കാര്യമാക്കണ്ട, നല്ലൊരു വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ നീ അതിൻ്റെ എഗ്രിമെൻ്റൊക്കെ എഴുതിക്കോ എന്ന് പറയും. അന്നേരം ആധാറും ഡീറ്റെയിൽസൊക്കെ വേണമെന്ന് പറയുമ്പം അതൊക്കെ ഫോണിൽ അയച്ചു തന്നേക്കാം എന്ന് പറയുമ്പം ഉറപ്പിച്ചതാണല്ലോ ഈ വീട്, സംശയമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ എടുത്തു വയ്ക്കും. അന്നേരം ഇല്ല എന്ന് പറയുമ്പം എങ്കിൽ എൻ്റെ ഫീസിങ് അന്നേരം ഒരു 10,000 രൂപ ഗൂഗിൾ പേ ചെയ്താൽ മതി, ബാക്കി പൈസ എഗ്രിമെൻ്റ് എഴുതിയിട്ട് മതി ഒരു 10,000 കൂടി എന്ന് പറയുമ്പം അതെന്നാണ് 20,000 രൂപ ഇതെന്നാ കൂലിയ എന്ന് ചോദിക്കുമ്പം ബ്രോക്കർ പറയുന്നുണ്ട് ഒരു മാസത്തെ വാടക അതാണ് ഞങ്ങളുടെ രീതി എന്ന് പറയുമ്പം അതിന് നിങ്ങൾ ഓണറുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുകയില്ലേ എന്ന് ചോദിക്കും. അന്നേരം അങ്ങനെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ മേഡം എന്തിനാ ആലോചിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഇച്ചിരി ഇഷ്ടക്കേടോടെ വൈജയന്തി പറയുക തേൻകൂട്ടി ചെന്നാലും കൊതുക് ബ്ലഡ് തന്നെയല്ലേ, രക്തം തന്നെയല്ലേ കുടിക്കുള്ളൂ എന്ന്. അന്നേരം അങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് അതിന് ഇത് തേൻകൂടല്ലല്ലോ കടന്നൽ കൂടല്ലേ എന്ന്. എന്നിട്ട് അങ്ങനെ അങ്ങ് പോവേ. വൈജയന്തി പിന്നെ വീട് സെറ്റായല്ലോ എന്നൊരു ആശ്വാസത്തിൽ കിടക്കുന്നു. പിന്നെ കാണിക്കുന്നത് അലീനയാണ്. അലീന ജ്യൂസൊക്കെ ആയിട്ട് ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് വരുമ്പോൾ ബാലേന്ദ്രൻ ടെൻഷൻ കാരണം ബാൽക്കണി പോയി നിന്നേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് വരും. അന്നേരം ദേ അച്ഛൻ ജ്യൂസ് എടുത്ത് വെച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട് അലീന പോകാൻ തുടങ്ങുമ്പോൾ നിനക്ക് തിരക്കുണ്ടോ എന്ന് ചോദിക്കും. ഇല്ല എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും. എന്നിട്ട് അവർ റൂമിലോട്ട് വന്ന് സംസാരിക്കുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അന്ന് അലീന
പോലീസ് സ്റ്റേഷനിലായ സമയത്ത് ആരാണ് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്, DYSP നേരിട്ട് സ്റ്റേഷനിൽ വന്നായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അന്നേരം അന്ന് നടന്ന സംഭവങ്ങളും അതുപോലെ DYSPയും മാമച്ചായനും തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ അലീന വിശദമായിട്ട് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, മോളെ നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, നമുക്കൊന്ന് മാമച്ചായനെ വിളിച്ചാലോ, എന്തെങ്കിലും ഒന്ന് നടക്കുമോ എന്നൊന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം, ആ DYSP ഒന്ന് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, അവൻ നിരപരാധിയാണ് എന്നറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ സംഭവിക്കുന്ന പോലെ സംഭവിക്കട്ടെ എന്ന് കരുതി ഒരു നിർഗുണനെ പോലെ ഇവിടെ ഇരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ അച്ഛൻ തീരുമാനിച്ച് ഉറപ്പിച്ചാണോ എന്ന് ചോദിക്കും. അതെ, എന്തെങ്കിലും ചെയ്യണോ, അല്ലാതെ എനിക്ക് മനസ്സമാധാനമില്ല എന്ന് പറയുന്നു. അങ്ങനെ അലീന രേവതിക്കുട്ടിയെ വിളിക്കുവാണ്. രേവതിക്കുട്ടിയെ വിളിച്ച് കഴിയുമ്പോൾ മാമച്ചായന് കൊടുക്കാവോ എന്ന് ചോദിക്കും. കുറച്ച് വിശേഷമൊക്കെ പറഞ്ഞിട്ട് അവൾ മാമച്ചായൻ്റെ കയ്യിലോട്ട് കൊടുക്കും. അന്നേരം ബാലേന്ദ്രൻ പറഞ്ഞായിരുന്നു, എല്ലാ കാര്യവും വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിൽ തന്നാൽ മതിയെന്ന്. അതുകൊണ്ട് തന്നെ അലീന മാമച്ചായ ഒരു സീരിയസ് കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചതെന്ന് പറയും. മോൾ എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പം രോഹിത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. രോഹിത് ഇങ്ങനെ നിരപരാധിയാണ് എന്നറിഞ്ഞു എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോയിൽ വൈജയന്തി വാടക വീടെടുത്ത കാര്യം മനു വീട്ടിൽ വന്ന് എല്ലാവരോടും പറയുന്നുണ്ട്. അതുപോലെ രാജീവിനോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തം കൈവിട്ട് പോകുമെന്ന്. പിന്നെ ബാലേന്ദ്രനും അലീനയും കൂടി മാമച്ചായൻ്റെ വീട്ടിൽ ചെല്ലുന്ന കേട്ടോ കാണിക്കുന്നത്. അവിടെ പോയിരുന്നും അവർ രോഹിത്തിനെ രക്ഷിക്കാനുള്ള മാർഗത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അന്നേരം മാമച്ചായൻ പറയുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ പെൺകുട്ടി കോടതിയിൽ കയറി രോഹിത്തിനെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയണം, എങ്കിൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവർ ചർച്ച ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്.